പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളിൽ ചില വ്യക്തികളെ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിന് കാരണം ഈ വ്യക്തികൾ സ്വന്തമായ അഭിപ്രായം പറയുക എന്നതിനേക്കാൾ ഉപരി കത്തോലിക്ക സഭയുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ജി ആണെങ്കിൽ വിശുദ്ധ ബൈബിളിൻ്റെ ആശയമാണ് ഞങ്ങൾ എന്നതുകൊണ്ടോ വളരെ വ്യക്തമായ രീതിയിൽ സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അപ്പം ആദം എന്ന് പറയുന്ന റോണി എന്നെങ്ങാണ്ട് ഒന്നും അവൻ്റെ യഥാർത്ഥ പേര് ഉറപ്പൊന്നുമില്ല. നിങ്ങൾ ഈ ഹെഡിങ്ങിൽ കാണുന്ന ആദം ക്ലബ് ഹൗസ് ID എന്ന ക്രിസ്ത്യാനികൾക്കിടയിൽ നുഴഞ്ഞു കയറി നിരീശ്വരവാദിക്ക് വേണ്ടി അവൻ്റെ ചാവേറായി കുരയ്ക്കുന്ന ബെഞ്ചി, ഈ ബെഞ്ചി ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിലൊരു ബ്രദറൻ വിശ്വാസിയായിട്ട് ജനിച്ചു വളർന്ന ആളാണ്. അയാൾ എന്തൊക്കെയോ കാരണങ്ങളാൽ ദൈവത്തിൻ്റെ കൃപയാൽ വചനം പഠിക്കുകയും വിശ്വാസം പഠിക്കുകയൊക്കെ ചെയ്ത് അവസാനം കുറച്ചു കാലം ജി ഷിബു വെടിക്കലിൻ്റെ അടുത്ത് പോവുകയും പിന്നീട് ഷിബു വെടിക്കൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയിൽ അംഗമായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇയാൾ ചെന്ന് അവസാനിച്ചത് ആദം എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ ഒരു നായായി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയേക്കാൾ ഉപരി മനുഷ്യരുടെ അടിമയായി തീർന്നവൻ എന്ന അവസ്ഥയിലാണ് എത്തിച്ചേർന്നത്. എന്നിട്ട് ആദമിൻ്റെ റൂമിൽ നിരീശ്വരവാദവും ദൈവവിശ്വാസത്തിന്, കത്തോലിക്ക വിശ്വാസത്തിനെതിരായ ആശയങ്ങൾ പറയുമ്പോൾ നിശബ്ദമായി ഇരിക്കുകയും പച്ചക്കുത്തൊക്കെ വാങ്ങി അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആദമിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവനെതിരെ വലിയ പ്രതികാര ബുദ്ധിയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ബെഞ്ചി. ഇവൻ്റെ ഒരവസ്ഥ ഞാൻ ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ക്ലിപ്പിൽ കേൾക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ആദമിൻ്റെ പട്ടി എന്ന് ബെഞ്ചിയെ ഞാൻ വിളിക്കുന്നത് വിശുദ്ധ ബൈബിൾ അനുസരിച്ചാണ് കേട്ടോ. കാരണം ഒരു ദൈവത്തെക്കാൾ ഉപരി ഒരു മനുഷ്യൻ്റെ അടിമയാകുകയും അവൻ കാണിക്കുന്ന നെറുകേടുകൾ ന്യായീകരിക്കാൻ വേണ്ടി അവന് വേണ്ടി കുരയ്ക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നായ്ക്കളെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന ആദമും ടീമും നടത്തുന്ന, ആദമാണ് അതിൻ്റെ മെയിൻ ലീഡർ, ആളുകൾ നടത്തുന്ന റൂമിലെ സ്ഥിരം സാന്നിധ്യവും മോഡുമാണ് ഈ ബെഞ്ചി എന്ന് പറയുന്നവൻ. അപ്പോൾ നിങ്ങളിനി കേൾക്കാൻ പോകുന്നു ബെഞ്ചി. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ചി ഫിലിപ്പ് എന്ന് പറയുന്ന ID ഇവിടെ പച്ചക്കുത്തോടു കൂടി ഒരു സ്റ്റാറോട് കൂടി ഇരിക്കുന്നത് കാണാം. ഇത് ക്ലബ് ഹൗസിൽ മോഡറേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്. ഈ ക്ലിപ്പ് നടക്കുന്ന സമയത്ത് ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് എഡിറ്റ് ചെയ്ത് എനിക്ക് സമയം കിട്ടിയില്ല, ഈ സമയത്തുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്, വീഡിയോ പരമാവധി ചുരുക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട കണ്ടൻറ്റ് മാത്രം ഒന്ന് കേൾപ്പിക്കുകയാണ്. കേട്ടോളൂ, ഒരു എക്സാമ്പിളാണ് കേട്ടോ. വലിച്ചിട്ട് ഓടിയ നമ്മുടെ മറ്റേ കൊടിത്തോട്ടം പുതിയൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത അടിപൊളി സാധനമായിട്ടാണ് വെച്ചിരിക്കുന്നത്. മുഹമ്മദ് ഈസ കഴിഞ്ഞ ദിവസം അതിനെ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു യേശു ക്രിസ്തു, അതായത് പുള്ളി എറ്റേണൽ ആയിട്ടുള്ള കോഡ് കൂടിയാണല്ലോ, പുള്ളി അവിടെ നിന്ന് തന്നെ വന്നതാണ്. അപ്പം യഹോവ പണ്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി യേശു ക്രിസ്തുവിനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കൊല്ലുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന്റെ അങ്ങനെ പിൻവലിക്കാനുള്ള അവകാശം യേശു ക്രിസ്തുവിനും ഉണ്ട്. അപ്പൊ അത് എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും യേശു ക്രിസ്തുവിനൂടെ ഉണ്ടെന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീഡിയോയിൽ. അത് കേട്ടായിരുന്നു അവിടെ ആണെങ്കിലും. ഞങ്ങൾക്ക് അതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പൊന്നു ലാസർ പാസ്റ്ററെ. ഈ നാറിയുടെയൊക്കെ കേട്ടിട്ടല്ലേ ഞങ്ങൾ വിശുദ്ധ ജാതിനോ യഹോവ ദൈവമോ, വിശുദ്ധ ജാതിനോ വിശുദ്ധ ജാതിനോ. കയ്യടിച്ചാട്ടെ എല്ലാരും ഉച്ചസ്ഥലത്തിൽ കയ്യടിച്ചാട്ടെ. എന്നോട് പറഞ്ഞ വിശുദ്ധ ജാതിയാം യഹോവ പാപിയാണ്. എന്താ മനസ്സിലായില്ലേ? പാട്ട് മാറിപ്പോ. യഹോവ പാപിയാം വിശുദ്ധ ജാതിനാം. അങ്ങനെയാണോ ശാസ്ത്രകളെ ഉദ്ദേശിച്ചത്? എനിക്ക് ഡിസ്കഷൻ ലോഞ്ചിനെതിരെ കേസുണ്ട്. എൻ്റെ ഇന്നലത്തെ ഒരു ബക്കറ്റ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
എന്നിട്ട് വിശുദ്ധ ജാതിത്തൈ നടണമെന്നും അങ്ങനെ ജാതി കച്ചവടം നടണമെന്നൊക്കെ പറഞ്ഞ ക്ലിപ്പുകളുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കേൾപ്പിക്കാം. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പഴയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. കത്തോലിക്കാ സഭയുടെ CCCയിൽ അത് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വ്യക്തമായി തള്ളുന്ന രീതിയിലാണ് ഈ വ്യക്തികൾ ഇത് പറയുന്നത്. അപ്പം യാസർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി ഇരിക്കുമ്പോൾ അവൻ പഴയ നിയമത്തിൽ ദൈവം യഹോവ ചെയ്തു എന്ന് സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്ന വ്യക്തതയുള്ള എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തു ചെയ്തതാണ്. കാരണം ഹോളി ട്രിനിറ്റിയെ ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് അബ്രഹാത്തിനോട് നിനക്ക് മുമ്പേ ഞാനുണ്ടെന്നൊക്കെ യേശു ക്രിസ്തു പറയുന്നത്. കാരണം വചനമാകുന്ന ദൈവം ഹോളി ട്രിനിറ്റിയുടെ പാർട്ടാണ്, അല്ലെങ്കിൽ ഹോളി ട്രിനിറ്റി തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്താപരമായ ഏകമാണ്. അപ്പോൾ ഒറ്റ ദൈവമാണിത്. അതുകൊണ്ട് നമുക്കത് യേശു ക്രിസ്തു ചെയ്തു എന്ന് പറഞ്ഞാലും പിതാവ് ചെയ്തു എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ചെയ്തു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എനിവേ, അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ദൈവം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് യഹോവയെ തള്ളാനായിട്ട് ഈ വ്യക്തികൾ ശ്രമിക്കുമ്പോൾ ഈ ഡിസ്കഷൻ ലോഞ്ചിലെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? മിണ്ടുന്നേയില്ല. ഇവിടെ ആരിപ്പുണ്ട്? കത്തോലിക്ക വിശ്വാസിയായിട്ട് കത്തോലിക്ക സഭയുടെ രക്ഷകനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ബെഞ്ചി അവിടെ ഇരിപ്പുണ്ട്. ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നാൽ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ മെയിൻ മോഡറേറ്ററായ ഡിയൂസ്, ജോൺ, ഈ ടീമുകളെല്ലാം അക്ഷരാർത്ഥത്തിൽ പഴയ നിയമത്തിലെ ദൈവത്തെ തള്ളുന്നവരാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ CCC നിങ്ങളൊരു 199 തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ്. ആ യഹോവയെ ത്രിയോൺ ഗോഡെന്ന് തന്നെ CCCയിൽ അഡ്രസ്സ് ചെയ്ത് വിളിക്കുന്നത് കാണാൻ പറ്റും. ഞാനത് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത്ര വ്യക്തതയോടെ പറയുന്ന കാര്യങ്ങൾ CCC 253 എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനതെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അത്ര വ്യക്തതയോടെ പറയുമ്പോൾ പോലും കത്തോലിക്ക വിശ്വാസിയായിട്ട് കത്തോലിക്ക സഭയുടെ തിയോളജി പറയുന്ന ഈവൻ അവരുടെ റൂമിൽ സ്ഥിരസാന്നിധ്യം വരെ ഇതിനെ എതിർക്കുന്നില്ല. ഇതൊരു ഉദാഹരണം മാത്രമല്ല, നിരവധി തെളിവുകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാനത് സമയം കിട്ടുന്ന പോലെ പയ്യെ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ ചർച്ചകളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോരുത്തരെ പേര് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. എന്നാൽ ആദം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദം എന്ന് പറഞ്ഞ നിരീശ്വരവാദം പറയുന്നതിനെ കൃത്യമായ ക്ലിപ്പുകളോടെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദം എന്ന് പറയുന്നവനെ നീ നിരീശ്വരവാദമാണ്, കത്തോലിക്ക വിശ്വാസിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നീ നിരീശ്വരവാദം ശരിയാണോ എന്ന് ചോദിച്ച് അഡ്രസ്സ് ചെയ്തപ്പോൾ ബെഞ്ചി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടി. ഞാൻ 4ഓളം ഹെരസികൾ പറയുന്നെന്നും പറഞ്ഞ് ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിൽ തിരികെ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വലിയ പ്രചരണം നടത്തി. അപ്പം ഞാൻ അതിന് യൂട്യൂബിൽ ഒരു 2.5 മണിക്കൂർ മറുപടി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവരെ അഡ്രസ്സ് ചെയ്യുന്ന ബെഞ്ചിക്ക് കുരുപൊട്ടി. നിങ്ങളിപ്പം കാണുന്നത് ഒരു വാട്സപ്പാണ്. ബെഞ്ചി ഫിലിപ്പ് എനിക്ക് അയച്ച വാട്സപ്പാണ്. ഇത് ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് അയച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം 17/8/2014 പുള്ളി ഒരു ക്ലിപ്പ് അയച്ചു, സെബലിനിസം എന്നും പറഞ്ഞു. ഈ ക്ലിപ്പിന് മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സെബലിനിസം പറഞ്ഞോ ഇല്ലയോ എന്ന് കത്തോലിക്ക സഭയുടെ തെളിവ് വെച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബെഞ്ചി അഡ്രസ്സ് ചെയ്യല്ല, ബെഞ്ചി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഈ ക്ലിപ്പ് അവൻ കേൾപ്പിച്ചിട്ടുണ്ട്. അത് സെബലിനിസം ആണോ അല്ലയോ എന്നാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത് ഒരു ക്ലിപ്പ് ഇട്ടു, ആര്യനിസം പറഞ്ഞു എന്ന് പറഞ്ഞ ക്ലിപ്പിട്ടു. പിന്നെ ത്രൈറ്റിസം പറഞ്ഞു എന്ന് പറഞ്ഞ ക്ലിപ്പിട്ടു. പാർട്ടിപ്പാഷനിസം പറഞ്ഞത് ക്ലിപ്പിട്ടു. ഇതെല്ലാം ഞാൻ പറഞ്ഞ ഹെരസിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമുക്ക് പരിശോധിക്കും. ഇതിന് കൃത്യമായ മറുപടി 2.5 മണിക്കൂർ ഞാൻ കൊടുത്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ ലൈവ് സെക്ഷൻ കിടക്കും. ഇതൊന്നും ഇവൻ കേൾക്കൊന്നുമില്ല, എന്തുവാട്ടെ. ഇതെല്ലാമാണ് 4 ഹെർസിയുടെ ക്ലാസിക് എക്സാമ്പിളാണ്. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, കേട്ട് നോക്ക്. ഒന്ന് സേവ് ചെയ്ത് വെച്ചതാണ്. പബ്ലിഷ് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞാണ്, ഞാൻ ആണ് തടഞ്ഞത്. എൻ്റെ നാണം കെട്ടവനെ വെച്ച് ഞാൻ തന്നെ എന്ത് ചെയ്തോളാം, പബ്ലിഷ് ചെയ്തോളാം. നീ പേടിക്കണ്ട, ഇത് എഡിറ്റ് ചെയ്യാതെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ ക്ലിപ്പിൽ നിൻ്റെ എന്നാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഹെർസി സെബലിനിസം നീ അയച്ചു തന്ന അതേപടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട. ഓക്കെ, CHL അഡ്രസ്സ് ചെയ്തു. കാരണം ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, റിപ്ലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസാക്ഷി കുത്തുണ്ടാവും. ഡിസംബറോ തിരുത്താൻ തയ്യാറാകാതെ 2 ദിവസം റൂമിട്ട് ചീത്ത പറഞ്ഞപ്പോൾ സഹി കേട്ട് കോൾ എന്ന് പറഞ്ഞ് റൂമിൽ വോയിസ് കേൾപ്പിച്ച് അഡ്രസ്സ് ചെയ്തു. ഞാനൊരു ചീത്തയും പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിൽ ഉപയോഗിച്ച് ആദത്തിന് വേണ്ടി
ആദത്തെ ഞാൻ കോൾ ഔട്ട് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിൻ്റെ കലിപ്പ് തീർക്കാൻ ഞാൻ പറയാത്ത കാര്യങ്ങൾ എനിക്കെതിരെ ആരോപിച്ച്, ഇത് ഈ കാണുന്നതൊക്കെ അവൻ പറഞ്ഞതാണ്, ആരോപിച്ചപ്പോൾ അതിശക്തമായി ഞാൻ പ്രതികരിച്ചു. ഒരു കത്തോലിക്ക വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്ന എനിക്കെതിരെ വ്യാജം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. അപ്പോൾ ഞാൻ അതിന് ക്ലബ് ഹൗസിൽ പറഞ്ഞു, ഞാൻ ഇതിനെല്ലാം വ്യക്തമായി തന്നതാണ്. ഈ ക്ലിപ്പ് കേൾപ്പിച്ചു തന്നെ ഞാൻ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് നുണ പറയുകയില്ല. എത്ര വെളുപ്പിച്ചാലും അതൊന്നും വെളുക്കില്ല. താങ്കളുടെ മുഴുത്ത ഈഗോ ആണ് തെറ്റ് തിരുത്താൻ താങ്കൾ സാധിക്കാതെ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകണം. അടുത്ത താങ്കളെക്കുറിച്ചുള്ള വീഡിയോ ആണ്, അതിലും വ്യക്തമായ തെളിവുകളുണ്ടാകും. അപ്പോൾ ഞാൻ ആ വീഡിയോ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. എൻ്റെ ഈഗോ അല്ല, ഇവനെ ഞാൻ ചലഞ്ച് ചെയ്തു. ഇതിൻ്റെ താഴേട്ട് വരുമ്പം ഇന്ന് ഈ വീഡിയോയിലും ഞാൻ ഈ വാട്സപ്പ് സമ്മേളനം ഇതിനു മുമ്പ് ഇവരെല്ലാം ചലഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞ ഒരു ഹെരസി എങ്കിലും കത്തോലിക്ക സഭയുടെ പ്രബോധന വിരുദ്ധമാണ് തെളിയിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ വരാൻ ധൈര്യമുണ്ടെന്ന് കേട്ടു. ഒറ്റ ഒരുത്തിനും ധൈര്യമില്ല. ഞാൻ യേശുവിൻ്റെ തന്തയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ മുങ്ങലാണ് മുങ്ങിയത്. ഇത്ര ഉള്ള ഇവന്മാർ. എനിവേ, ഇത് ബെഞ്ചി ഫിലിപ്പിനും ഒക്കെയുള്ള മറുപടിയാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് കത്തോലിക്ക സഭയുടെ ട്രിനിറ്റി കൃത്യമായി മനസ്സിലാക്കാനും ഒരു സഹായകമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അപ്പം ഞാനതിനൊന്ന് വളരെ വിശദമായിട്ട് അഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ബെഞ്ചി ഇതിനെ പട്ടി എന്ന് വിളിക്കുന്നത്. കാരണം ആദത്തിൻ്റെ കത്തോലിക്ക സഭയുടെ വിശ്വാസമായി യാഹ്വേ എന്ന സത്യദൈവത്തെ ഞങ്ങളുടെ ദൈവമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആദത്തിൻ്റെയും ടീമുകളുടെയും കൂട്ടത്തിലിരുന്ന് കത്തോലിക്ക വിശ്വാസിയാണെന്നും പറഞ്ഞ് അവന്മാരെ സപ്പോർട്ട് ചെയ്തിരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്ന എന്നെ അതിനിശിതമായി വിമർശിക്കുകയും ഞാൻ ഹെരസി പഠിപ്പിക്കുന്നതെന്നും ഞാൻ കത്തോലിക്ക വിശ്വാസമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനെ പോലുള്ള ആളുകളെ വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്തുണ്ട്, നായ്ക്കൾ എന്ന് വിശുദ്ധ ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്ന അതേ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വളരെ വിശദമായിട്ട് ഈ ബെഞ്ചി എന്ന വ്യക്തിയെ അഡ്രസ്സ് ചെയ്യും. കാരണം എനിക്കെതിരെ ഇത്രയും ഗൗരവമേറിയ രീതിയിൽ ആരോപണം ഉന്നയിച്ച ഞാൻ വട്ടാണ്, എനിക്ക് ഭ്രാന്താണ്, ഞാൻ കത്തോലിക്കനല്ല, ഞാൻ പെന്തക്കോസ് പാസ്റ്ററാണ്, എനിക്ക് ഓട്ടിസം ഉണ്ട്, എനിക്കെന്നാ ഫേറ്റൽ ആൽക്കഹോളിക് സിൻഡ്രോം ഉണ്ടെന്നോ ഇതൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തിയോളജിക്കലി എന്നെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്ത് ഈ ബെഞ്ചി എന്ന് പറയുന്ന ഈ ബ്രദറൻ ആത്മാവ് വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്ന ആദത്തിൻ്റെ അടിമയായി തീർന്ന വ്യക്തിയാണ്. അത് ഇവനാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ വളരെ വ്യക്തമായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഇവൻ വെച്ചിരിക്കുന്ന ആദ്യത്തെ ക്ലിപ്പ് ഇതാ, നിങ്ങൾ ഈ വാട്സപ്പ് കാണുന്നതാണ്. സെബലിനിസം ഞാൻ പറഞ്ഞു എന്നാണ് ഇവൻ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് സെബലിനിസം? സെബലിനിസം ഈസ് ബിലീഫ് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗോഡ് ഹെഡിൽ 3 വ്യക്തികളില്ല, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വ്യക്തികൾ എന്ന വ്യതിരക്തതയെ അവർ തള്ളുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ CC 254 പറയുന്ന കാര്യത്തെ ഇവർ തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കാണുന്നതാണ് CCC 54. ദൈവീയ വ്യക്തികൾ അന്യോന്യം വ്യതിരക്തരാണ്. ദൈവം ഏകനാണെങ്കിലും ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധൻ എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്നും മറ്റൊന്നിൽ നിന്നും യഥാർത്ഥ വ്യത്യാസമാണ്. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്ന പുത്രനല്ല, പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയെ തള്ളുന്ന, ഈ ടീച്ചിങ്ങിനെ, ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തള്ളുന്നവരെയാണ് ശരിക്കും പറഞ്ഞാൽ സെബലിനിസം ഇതാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിനൊന്നും തള്ളിയിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആദ്യം ഈ ക്ലിപ്പിലേക്ക് പോവാം. കാരണം നമുക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ ബെഞ്ചി ഫിലിപ്പ് എന്ന് പറഞ്ഞ ഈ സാത്താൻ്റെ സന്തതി, അല്ലെങ്കിൽ ഇപ്പോൾ സാത്താൻ്റെ സന്തതിയായിരിക്കുന്ന ആദത്തിൻ്റെ കാലിനക്കിയായി മാറിയിരിക്കുന്ന ഈ വ്യക്തി, നിരീശ്വരവാദവും യഹോവയെ തള്ളുന്ന ഗ്രൂപ്പിൻ്റെ പാർട്ടായി മാറിയിരിക്കുന്ന ഈ വ്യക്തി പറഞ്ഞ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. എനിക്കെതിരെ ആരോപിച്ച ക്ലിപ്പല്ല, അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതായാലും ഇനി നിങ്ങൾ ഈ ക്ലിപ്പ് കേൾക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറുന്നില്ല. ഈ ക്ലിപ്പ് മുഴുവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ക്ലിപ്പ് മുഴുവൻ കേട്ടിട്ട് നമ്മൾ ഈ ക്ലിപ്പിനെ ഓരോന്നോരോന്നായി അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. യേശു ക്രിസ്തുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മാനുഷികമായ തലത്തിലുള്ള ഒന്നല്ല. അത് ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്
യേശു ക്രിസ്തു സ്വയം പൂജാതനായി തീരുമായിരുന്നു. അല്ലാതെ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ്. അപ്പൊ ദൈവം സ്വയം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യാമറിയത്തിന് ശരീരം സ്വീകരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തന്തയില്ലാത്തവെന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അല്ല വിളിക്കുന്നത്, അവർ യേശു ക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. അത് തർക്കിക്കാൻ നേരമില്ല. അവിടെ ഇരിക്കും. പരിശുദ്ധാത്മാവെന്നോ ജേജി ഇതുവല്ലം കേൾക്കുന്നുണ്ട്. ഒന്ന് പോണ പരിശുദ്ധാത്മാവ് തന്തയില്ലാത്ത ആളാണ് യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അത് ക്ലിപ്പെടുത്ത് ട്രോളിറക്കി, ഒരു കുഴപ്പമില്ല. യേശു ക്രിസ്തു അല്ലേ പരിശുദ്ധാത്മാവ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ് യഹോവ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ്. അപ്പൊ ട്രിനിറ്റിയിൽ ത്രിയേകത്തിൽ ഉസിയ എന്ന സത്താപരമായി ഒറ്റ ദൈവമേ ഉള്ളൂ. അപ്പൊ അതിനെ സത്തയുടെ കണ്ണിലൂടെ കാണുമ്പോൾ യഹോവ തന്നെയാണ് യേശു ക്രിസ്തു, യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ് പിതാവായ ദൈവം. അപ്പൊ യഥാർത്ഥ ട്രിനിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത മെട്രിക്സ് നീ ഈ അറിയില്ലാത്തത് അഭിപ്രായം പറയാൻ പറ്റും. ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മണ്ടത്തനോ? നീ എന്നെ ഹെരസി പഠിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ CCCയില് ട്രിനിറ്റിയെ കുറിച്ചുള്ള എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന് രണ്ടാമത്തെ ഖണ്ഡികയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കും. അപ്പം നിനക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നീ അഭിപ്രായം പറയാതില്ല. വേണേ ഞാൻ അത് CCC വേണേ വായിച്ചു. നിനക്കൊരു പുല്ലും അറിയില്ല. നിനക്ക് കത്തോലിക്ക സഭ നിനക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നീ ഇന്ന് അപ്പസ്തോലിക ചർച്ച ഉപേക്ഷിച്ച് അപ്പസ്തോലിക ചർച്ചയിലേക്ക് വന്നേ. ഇത്രയും കേട്ടിട്ടും നിന്റെ തലക്കകത്തേക്ക് ഒന്നും കയറും. നീ ഇപ്പോഴും പെന്തക്കോസ് അനുഭവം തന്തയില്ലാതൊക്കെ വിളിക്കുവാണെങ്കിൽ അത് ഹെറസിയല്ലേ? യേശു ക്രിസ്തുവിനാണോ നീ ഒന്ന് തന്ത ആരാ? യേശു ക്രിസ്തുവിന്റെ തന്ത ആരാന്നൊന്നും നീ പറഞ്ഞത്, അപ്പൻ ആരാന്നൊന്നും പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ അത് ദൈവത്തെ പിതാവെന്ന് നമ്മൾ കാണണം. ഓരോ മനുഷ്യന്റെ പിതാവ് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു കുറ്റബോധമില്ല. നീ കൂടുതൽ വർത്തമാനം പറയാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് വിവരമില്ലെങ്കിൽ നീ പെന്തക്കോസുകാരനെ ക്രിസ്തുവിന്റെ ഭൂമിയിൽ പോയിരിക്കുക. യേശു ക്രിസ്തു തന്നെയാണ് പിതാവ്. നിനക്കിനി അതിന്റെ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. CC ഞാനിപ്പം വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു. അത് വൺ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റിയിൽ ത്രിയേകത്വം എന്ന് പറയുമ്പോൾ ഉസിയ എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് ഇതിനെ പോലെയുള്ളവരുടെ ധൈര്യം കൊണ്ട് വച്ചേ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതാണ് ക്ലിപ്പ്. ഈ ക്ലിപ്പ് എഡിറ്റും ഞാനത് ഒന്ന് എന്തോ സെറ്റ് ചെയ്തപ്പം ഒന്ന് സ്റ്റക്കായി പോയതുള്ളൂ. എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഫുള്ള് അത് ബെഞ്ചി അയച്ചു തന്ന ക്ലിപ്പാണ് കേട്ടോ. ഞാനിവിടെ സെബലിനിസം ഒന്നും പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിന് തന്തയില്ലാത്തവൻ എന്ന് ഞാൻ പറഞ്ഞു. അതൊരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഈ പ്രിൻസ് PS എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പെന്തക്കോസുകാരിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാട്ടുകാരെ മുഴുവൻ തന്തയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, എടാ പ്രിൻസ്, നീ യേശു തന്തയില്ലാത്തവെന്ന് വിളിക്കുമ്പോൾ നിൻ്റെ ദൈവത്തിനാണ് തന്തയില്ലാത്തത്. കാരണം എന്താണ്? ബയോളജിക്കലി യേശു ക്രിസ്തുവിന് ഒരപ്പനില്ല. അതെനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. അപ്പോൾ അവൻ്റെ ലാംഗ്വേജിൽ ഞാൻ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് ഇവന്മാർ കയറിപ്പിടിച്ചു. കാരണം എന്താണ്? ഈ ആദത്തെ ഞാൻ അതിൻ്റെ തൊട്ട് 2-3 ദിവസമായിട്ട് അതിശക്തമായിട്ട് കോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദം നിരീശ്വരവാദമൊക്കെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട്. അപ്പോൾ ഇത് ഈ കലിപ്പ് ഇവന്മാർക്കുണ്ട്. അപ്പോൾ അത് കയറിപ്പിടിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന് തന്തയില്ല അല്ലെങ്കിൽ അപ്പനുണ്ട് എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം അല്ലെങ്കിൽ പുത്രനായ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളാരും വിചാരിക്കുന്നത് പോലെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ബയോളജിക്കൽ അപ്പൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് കൃത്യമായി JMJ പിന്നീട് ഒരു ദിവസം പറയുന്നത് ഞാൻ നോക്കട്ടെ, നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ യൂട്യൂബ് വീഡിയോയിൽ, എൻ്റെ ചാനലിലുള്ള യൂട്യൂബ് വീഡിയോയിൽ കൃത്യമായിട്ട് എന്താണ് JMJ ഇവരെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം JMJ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക വൈദികനാകാൻ പഠിപ്പിക്കുന്ന ഒരു ബ്രദർ പഠിപ്പിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പം പുത്രനായ ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ
നമ്മൾ ബയോളജിക്കലി ഒരു പുത്രൻ ജനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പം ഞാൻ ഈ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ ബെഞ്ചി യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ട്രിനിറ്റി ബെഞ്ചിക്ക് അറിയത്തില്ല എന്ന എനിക്ക് തോന്നിയത് കൊണ്ടും എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് ബെഞ്ചിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. എന്താണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഹോളി ട്രിനിറ്റിയെ ഭക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനായിട്ട് എനിക്കൊരു പ്രേരണ കിട്ടി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ബെഞ്ചി പറഞ്ഞു, ഇല്ല, വചനമാകുന്ന ദൈവത്തെ മാത്രമാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. അതൊരു ഭൂലോക ഹെരസിയാണ്. അതിനെ ജെയിംസ് ജെ ബ്രദർ വളരെ കൃത്യതയോടെ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങളൊന്ന് കേട്ടു. എനിക്ക് അതല്ല, നമ്മള് വിശ്വാസത്തിന്റെ കാര്യങ്ങളും നമ്മുടെ സഭയുടെ കാര്യങ്ങളും സംസാരിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അല്ലാതെ ആൾക്കാരുടെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ. ഈ നമ്മൾ ട്രിനിറ്റി ആണ് നമ്മുടെ യൂക്കറിസ്റ്റിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത് കാത്തോലിക്ക സഭ അംഗീകരിക്കുന്ന തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇതിനെപ്പറ്റി ഇപ്പം ഒരു അരമണിക്കൂർ സംസാരിച്ചതേ ഉള്ളൂ. ഞാൻ റീപ്ലൈ കേട്ടോളാം. ഓക്കെ, ബൈ. പിന്നെ കേട്ടാ എനിക്ക് ശരിക്കും ഇറങ്ങണം. ഞാനെന്നാൽ ഞാൻ താഴോട്ട് ഇറങ്ങിയാണ്. എന്നാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇക്കാര്യത്തെ പറ്റി കൂടുതൽ സംസാരിക്കാം. താങ്ക് യു. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ജെയിംസ് പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതാണ് എനിക്ക് പറയാനുള്ളത്. നാളെ ഇനി ആരും ബിസ്കോട്ട് ചെയ്ത് യൂക്കറിസ്റ്റിൽ ട്രിനിറ്റിയുടെ പ്രസൻസ്, പരിശുദ്ധ കുർബാനയിൽ ട്രിനിറ്റിയുടെ പ്രസൻസ് വളരെ വ്യക്തമായിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ട്രിനിറ്റേറിയൻ പ്രസൻസ് ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ട്രിനിറ്റിയുടെ പ്രസൻസ് ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിശിഹായാണ്. ആ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിശിഹ പിതാവിനോടുകൂടെ ഏക സത്തയാണ്. So when we receive the Eucharist, the body, blood, soul and divinity of our Lord Jesus Christ, അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. ആ ബോഡി, ബ്ലഡ്, സോൾ ആൻഡ് ഡിവിനിറ്റി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ ഡിവിനിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ. അതുകൊണ്ട് തന്നെയാണ് എണ്ണൂറുകളിലോ 1900 ഫസ്റ്റ് യൂക്കറിസ്റ്റിക് ഡിബേറ്റ് മുതൽ തന്നെ പറയുന്നുണ്ട്, we receive the body and blood of our Lord Jesus Christ, who was born of the Virgin Mary, who suffered and died for us, and is seated at the right hand of the Father Almighty in heaven. So പിതാവിനോടുകൂടെ സ്വർഗത്തിൽ വിരാജിക്കുന്ന ഈശോ മിശിഹ എന്ന് പറയുമ്പോഴത്തേക്കും ആ ട്രിനിറ്റേറിയൻ ഡയമെൻഷനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ, ട്രിനിറ്റേറിയൻ ഡയമെൻഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ബെഞ്ചോട് ചോദിച്ചത്, വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും ഹോളി ട്രിനിറ്റിയെ ഭക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വചനമാകുന്ന ദൈവത്തെ മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ബെഞ്ചി പറഞ്ഞതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുക, ബെഞ്ചി ഹെരസിനെ അഡ്രസ്സ് ചെയ്യാനല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തന്ന യൂട്യൂബ് വീഡിയോയിൽ പോലെ ബെഞ്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞതും ഒക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഏകദേശം 2-2.5 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ബെഞ്ചി പറഞ്ഞത് ഇതാണ്, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ മോളിൽ കാണുന്ന ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഫാദർ, ഹോളി സ്പിരിറ്റ് ആൻഡ് സൺ, ഈ 3 പേരുമാണ്. ഇത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഗോഡ് ഹെഡ് ഒന്നിച്ചാണ്. എന്നാൽ ബെഞ്ചി പറഞ്ഞപ്പോൾ വചനമാകുന്ന ദൈവത്തെ മാത്രമേ നമ്മൾ ഭക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഡിവൈൻ ഹെഡിൽ നിന്നും ഫാദറും ഹോളി സ്പിരിറ്റും സെപ്പറേറ്റായി. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സെപ്പറേറ്റായി വചനമാകുന്ന ദൈവത്തെ മാത്രം. അപ്പോൾ എന്തായി? അത് ട്രൈറ്റിസത്തിന് തുല്യമായ ഒരു ആശയമായി മാറി. സമാന സത്താവാദം, യേശുവും ദൈവമാണ്, പിതാവും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്, പക്ഷേ ഇവർ ഒറ്റ ദൈവമല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് വരും. ഇനി ഇപ്പുറത്തും അതിൻ്റെ ഒരു എംപ്ലോയ്, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് അയച്ചതാണ്, ഗോഡ് ഹെഡ്, ഡിവൈൻ നേച്ചർ, ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. ഇത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വചനമാകുന്ന ദൈവത്തെ മാത്രമാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫാദറും സണ്ണും അവിടെ ഇല്ല എന്ന മീനിങ് വരും. അപ്പം ഇത് ബെഞ്ചിക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ആയിരിക്കാം പരിശുദ്ധാത്മാവ് എന്നോട് ബെഞ്ചോട് ചോദ്യം ചോദിക്കാനായിട്ട് പറഞ്ഞത്. എനിവേ അത് കൃത്യമായിട്ട് ബെഞ്ചി ആ ചോദ്യത്തിൽ തെറ്റി. എന്നിട്ട് എന്നെ അതിഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാണ്. ഞാൻ സെബലിനിസം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കണ്ടതാണ്. നമ്മളിനി
ഈ ക്ലിപ്പിലേക്കൊന്ന് പോയിട്ട് ആ ക്ലിപ്പിലെ ഓരോ പോയിന്റുകൾ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. അതാണ് യേശുക്രിസ്തുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മാനുഷികമായ തലത്തിലുള്ള ഒന്നല്ല, അത് ദൈവത്തിൽ അപ്പം ഞാൻ യേശുക്രിസ്തുവിൻ്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധ, അതിൻ്റെ മുമ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ യേശുക്രിസ്തുവിൻ്റെ അപ്പം പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ തിയോളജിക്കൽ ആർഗ്യുമെൻറ്റിൽ ഒരു ഭൂമിയിൽ യേശുക്രിസ്തു ജനിക്കാൻ കാരണമായത് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവെന്ന് പറയാം. കാരണം പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പം അങ്ങനെ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ക്ലിപ്പ് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലിപ്പ് ഫുള്ള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തുടർന്ന് കേൾക്കാം. ശക്തിയാലാണ് യേശുക്രിസ്തു സ്വയം പൂജാതനായി തീരുവായിരുന്നു. അല്ലാതെ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ്. അപ്പൊ ദൈവം സ്വയം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിക്കുകയായിരുന്നു. ഇതാണ് സെബലിനിസം. യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തു തന്നെയാണ് പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ അത് സെബലിനിസം അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇനി കത്തോലിക്ക സഭ സെബലിനിസം പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ആദ്യം പറയാം, ഒരു ഡിസ്ക്ലൈമർ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. കത്തോലിക്ക സഭ എവിടെയും സെബലിനിസം പഠിപ്പിച്ചിട്ടില്ല. ആദ്യം ഞാനൊരു ഡിക്ലെയർ. പക്ഷേ സെബലിനിസം എന്ന് തോന്നാവുന്ന രീതിയിൽ ഒരു പാർട്ട് കത്തോലിക്ക സഭ പഠിപ്പിച്ച ഒരു സെക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് പറയേണ്ട വന്നത്? കാരണം ഹോളി ട്രിനിറ്റിയെ, വിശുദ്ധ കുർബാനയെ ശരിയായി മനസ്സിലാക്കുന്നത്, ഹോളി ട്രിനിറ്റിയെ ശരിയായി മനസ്സിലാക്കാത്ത ആളുകളുടെ വേണ്ടിയാണ് ഞാൻ ഇത് പറയേണ്ട വന്നത്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഞാനൊന്ന് വായിക്കാം. കത്തോലിക്ക സഭ ഇത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാമെന്ന് ഞാൻ ഇച്ചിരി വലുതാക്കാവേ. ഇതെവിടെയായിരുന്നു വലുതാക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 253 ത്രിത്വം ഏകമാവുന്നു. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളെല്ലാം 3 വ്യക്തികളായ ഏകദൈവത്തിൽ ഏക സത്യയോടുകൂടിയ ത്രിത്വത്തിലാണ്. 3 വ്യക്തികളും കൂടി ഒരു ദൈവിക സത്യയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവ്, പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവ്. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്, 3 വ്യക്തികൾ ഓരോരുത്തരും ദൈവിക സത്ത, ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ്. ഈ ഒരു കാര്യത്തെയാണ് ഞാനവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ കാര്യത്തെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഏതർത്ഥത്തിലാണ് എക്സ്പ്രസ്, സത്താപരമായി ആണ് എന്ന് ഞാനവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ ഒന്ന് പരിശോധിക്കാം. നിങ്ങളീ കാണുന്നതാണ് 253 ഇംഗ്ലീഷ് വേർഷൻ. ദ ട്രിനിറ്റി ഈസ് വൺ. We do not confess 3 gods, but one God in 3 persons, the consubstantial Trinity. The divine person do not share the one divinity among themselves, but each of them is a God, all and entire. The Father is that which is the Son is, the Son that which is the Father is, the Father and Son that which Holy Spirit. എന്നാൽ ഫാദർ സണ്ണും ഏതാണോ അത് തന്നെയാണ് ഹോളി സ്പിരിറ്റ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്. അപ്പോൾ നമ്മളൊരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടു, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സർക്കിളാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുക. ഈ സർക്കിളിനെ ഗോഡെന്ന് നമ്മൾ വിളിക്കുന്നു. ഇതിനെ 3 ആയിട്ട് കണ്ണിക്കുന്നു. എന്നിട്ട് ഇതിൽ ഒന്നിനെ ഫാദർ എന്ന് നമ്മൾ വിളിക്കുന്നു, എഫ് സണ്ണെന്ന് വിളിക്കുന്നു, ഹോളി സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു. ഇതല്ല ട്രിനിറ്റി. ഇതിനെ വേണമെങ്കിൽ മുക്കൂട്ട് ദൈവം അല്ലെങ്കിൽ ഒരേ സത്ത, ഇതിപ്പോൾ ഇതൊരൊറ്റ സത്തയാണ്, അല്ലെങ്കിൽ 3 സത്തയായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇത് ഫാദർ, ഇത് സണ്ണ്, ഇത് പരിശുദ്ധാത്മാവ്, ഈ 3നെയും കൂടെ ചേർത്ത് വെച്ചിട്ട്, നിങ്ങൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ 3നെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിനെ ട്രൈറ്റിസം എന്നാണ് പറയുന്നത്, മുക്കൂട്ട് ദൈവം എന്ന് പറയും. എന്നാൽ ഒരു സത്തയുടെ ഒരു പാർട്ട് ഫാദറും ഒരു പാർട്ട് സണ്ണും ഒരു പാർട്ട് ഹോളി സ്പിരിറ്റും എന്നുമല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഈ ദൈവിക സത്തയിൽ, നിങ്ങൾ ഈ കാണുന്ന ദൈവിക സത്തയിൽ ഇത് പൂർണ്ണമായിട്ട്, ഇതിൻ്റെ ഈ സത്തയുടെ ഏതു പാർട്ട് നിങ്ങളെടുത്താലും, ഏത് മൈന്യൂട്ട് പാർട്ട്, ദൈവം എന്ന സത്തയാണ് ഇതെങ്കിൽ ഇതിൻ്റെ ഏത് മൈന്യൂട്ട് പാർട്ട് എടുത്താലും അവിടെയും
പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. കാരണം ഇവർ ഒറ്റ സത്തയാണ് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ഒരു സത്തയുടെ ഒരു ഭാഗത്തെ അല്ല ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരേ തരത്തിലുള്ള 3 സത്തകളെ അല്ല, ട്രൈറ്റിസവുമല്ല. ഈ കോടാനുകോടിയിൽ അംശത്തിലുള്ള നിങ്ങൾ കാണുന്ന ഈ വൃത്തത്തിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. ഇതിനെയാണ് ഹൈപ്പോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോസ്റ്റാറ്റിസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഉസിയായുടെ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പം ഞാനിവിടെ ട്രൈറ്റിസം അല്ല പറഞ്ഞത്, കത്തോലിക്ക സഭയുടെ CCCയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ സെബലിനിസം അല്ല പറഞ്ഞത്, കത്തോലിക്ക സഭയുടെ CCCയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആ ക്ലിപ്പിലേക്ക് തന്നെ മടങ്ങാം. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തന്തയില്ലാത്തവരെന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അല്ല വിളിക്കുന്നത്, അവർ യേശുക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. എനിക്ക് അത് ഈ ബെഞ്ചി പറഞ്ഞ ഈ സെബലിനിസത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റേ ഇതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തി ഒരു പെന്തക്കോസുകാരെന്ന് പറയുകയും ഫുൾ ടൈം കത്തോലിക്കരോട് ഇരിക്കുകയും ഇവരിരുന്ന് പെന്തക്കോസ് സമൂഹം മുഴുവൻ തെറി വിളിക്കുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കപടനാണ്. പക്ഷെ നമ്മൾ വ്യക്തമായ അപ്പോസ്തോലിക ഉപദേശം പറഞ്ഞാൽ അതിന് ഇടയ്ക്ക് കയറി അങ്ങനെ പറയുന്നവരെ ടാർഗറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുക, ട്രോജൻ കുതിര എന്നൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുത്തനാണ്. എനിവേ, ഞാൻ അയാളെ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. എങ്കിലും നമുക്ക് ഈ ബെഞ്ച് പറഞ്ഞ് ഞാൻ സെബലിനിസം പറഞ്ഞു എന്നുള്ള വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആദ്യം തൊട്ടൊന്നും കൂടെ നമുക്ക് യേശുക്രിസ്തുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മാനുഷികമായ തലത്തിലുള്ള ഒന്നല്ല, അത് ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശുക്രിസ്തു സ്വയം പൂജാതനായി തീരുവായിരുന്നു. അല്ലാതെ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ്. അപ്പൊ ദൈവം സ്വയം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യാമറിയുന്ന ശരീരം സ്വീകരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തന്തയില്ലാത്തവരെന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അല്ല വിളിക്കുന്നത്, അവർ യേശുക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. ഞാനൊന്ന് ഓടിച്ചു വിടുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ ആദ്യത്തെ പാർട്ടാണ് ബെഞ്ച് ഞാൻ സെബലിനിസം എന്ന് ആരോപിച്ചത്. കത്തോലിക്ക സഭയുടെ CCCയിൽ 253 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ 256 മറ്റൊരു രീതിയിൽ ഇത് ട്രൈറ്റിസം പോലെയും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ ട്രിനിറ്റി ആവുള്ളൂ. അപ്പം വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്താപരമായി അല്ലെങ്കിൽ ദൈവമായിരിക്കുന്നു, ഡിവിനിറ്റി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന ദൈവമാണല്ലോ, നമ്മൾ ആരാധിക്കുന്നില്ലേ, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധിക്കും. അപ്പോൾ ഡിവിനിറ്റി എന്നുള്ള വിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കുമ്പോൾ വചനമാകുന്ന ദൈവത്തെ മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരെയൊക്കെയാണ്? നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവുമായ ഹോളി ട്രിനിറ്റിയാണ് ആരാധിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി വചനമാകുന്ന ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാലും പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ചാലും പിതാവായ ദൈവത്തെ ആരാധിച്ചാലും ഈ 3 പേർക്കും ഒരേപോലെയാണ് ഇത് കിട്ടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇത് ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നതുകൊണ്ടാണ്. ഞാൻ ആ ക്ലിപ്പ് നിങ്ങൾ ഫുള്ള് കേട്ടതാണല്ലോ, ഞാൻ ഇച്ചിരി ഒന്ന് ഓടിച്ചു വിടുവാണ്. പരിശുദ്ധാത്മാവ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് യഹോവ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ്. അപ്പൊ ട്രിനിറ്റിയിൽ ത്രിയേകത്തിൽ ഉസിയ എന്ന സത്താപരം പരിശുദ്ധാത്മാവ്. ഞാനിവിടെ നിർത്തുവാണേ. അപ്പോൾ ഇനി നമുക്ക് കേൾക്കാം. ഈ ജോൺ എന്ന് പറയുന്ന ഒരു പെന്തക്കോസുകാരനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറേണ്ട യാതൊരു കാര്യമില്ല. കത്തോലിക്ക തിയോളജിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇത് വിശ്വസിക്കുന്നതല്ല. ഇനി നമുക്ക് തുടർന്ന് കേൾക്കാം. പരിശുദ്ധാത്മാവ് തന്തയില്ലാത്ത ആളാണ് യേശുക്രിസ്തു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അത് ക്ലിപ്പ് എടുത്ത് കോളിറക്കി, ഒരു കുഴപ്പമില്ല. യേശുക്രിസ്തു അല്ലേ പരിശുദ്ധാത്മാവ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് യഹോവ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ്. അപ്പൊ ട്രിനിറ്റിയിൽ ത്രിയേകത്തിൽ ഉസിയ എന്ന സത്താപരമായി ഒറ്റ ദൈവമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഉസിയ എന്നുള്ള അർത്ഥത്തിലാണ്. ഉസിയ സബ്സ്റ്റൻസ്, ഡിവിനിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഒറ്റ ദൈവമേ ഉള്ളെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 253 റെഫർ ചെയ്തിട്ടാണ് വിശുദ്ധ കുർബാന നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, ഇപ്പം ജെ പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾ കേട്ടു, നിങ്ങൾ ഗോഡ് ഹെഡിനെയും കൂടിയാണ് ഭക്ഷിക്കുന്നത്, അവിടെ ട്രിനിറ്റിയെ ഭക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കേട്ട് കഴിയാം. അതിന് അർത്ഥം വചനമാകുന്ന ദൈവത്തെയാണ് ഭക്ഷിക്കുന്നത് പറഞ്ഞത് തെറ്റാണോ? അല്ല. വചനമാകുന്ന ദൈവത്തെ നിങ്ങൾ ഭക്ഷിച്ചാലും അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്തുണ്ട്, ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാത്ത ഹോളി ട്രിനിറ്റി ആയതുകൊണ്ടുണ്ട്. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പിതാവ് എന്തായിരിക്കുന്നു അതുതന്നെയാണ് പുത്രൻ. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ.
ഇവിടെ ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇത് എന്താണ് സെബലിനിസമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് തുടർന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേൾക്കണം. ആ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു 5 സെക്കൻഡ് എടുത്ത് സെബലിനിസം പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഇത് ഉസിയായാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. ഉസിയ എന്നുള്ള അർത്ഥത്തിൽ ബെഞ്ചിക്ക് പറയാൻ പറ്റുമോ ദൈവത്തിന് 3 ഉസിയാണെന്ന് ബെഞ്ച് പറയുമോ? ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വ്യാഖ്യാനം ഇത് ഞാൻ പറഞ്ഞതിനെ ബെഞ്ച് നിഷേധിക്കുമോ? ഒരു ഉസിയായുടെ ഒരു പാർട്ട് പിതാവ്, ഒരു പാർട്ട് പരിശുദ്ധാത്മാവ്, ഒരു പാർട്ട് പുത്രൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഒരു പാർട്ട് ഇപ്പം ബെഞ്ച് പറഞ്ഞ എക്സാക്ട് ട്രൈറ്റിസമാണ്. എന്താണ്? പിതാവും പുത്രനും സെപ്പറേറ്റായി, പുത്രൻ സെപ്പറേറ്റായി ആണ് വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിതാവും പരിശുദ്ധാത്മാവും അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഹെർസിയാണ്. അപ്പം ഇതാണ് അതിനുള്ള മറുപടി. അപ്പം നമുക്ക് ഈ ക്ലിപ്പിലേക്ക് തന്നെ മടങ്ങാം. ഞാൻ പറഞ്ഞു, ഈ ട്രിനിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത മെട്രിക്സ് നീ ഈ അറിയില്ലാത്തത് അഭിപ്രായം പറയാൻ പറ്റും. ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മോഡേൺ ഒരു കാര്യം ചെയ്തു. നിനക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഈ ഓഡിയൻസിനോട് നിനക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ യാഹുവേ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നത് ശരിയാണ്. യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഹെറസിയ, മണ്ടത്തനോ? നീ എന്നെ ഹെറസി പഠിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ CCCയില് ട്രിനിറ്റിയെ കുറിച്ചുള്ള എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന് രണ്ടാമത്തെ ഖണ്ഡികയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കും. അപ്പം നിനക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നീ അഭിപ്രായം പറയാതിരിക്കും. വേറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്. നിങ്ങൾ കത്തോലിക്ക സഭയുടെ CCCയിൽ 253 എന്താണ്? ദൈവം ഏകമാണെന്നും സത്തയിൽ ഒറ്റ ദൈവമാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. എന്താണ് ഇത് ഞാൻ വായിക്കാം. പിതാവ് എന്തായിരിക്കുന്നോ അത് തന്നെയാണ് പുത്രൻ എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവ്, പിതാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവും പുത്രനും. അപ്പം ഇവർ 3 പേരും ഒന്ന് തന്നെയാണെന്ന് കൃത്യമായി പറയുന്ന ഭാഗമാണ് ഞാൻ. ഇതിൻ്റെ നിങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ എടുത്തു ചോദിച്ചു, ഇത് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇതിനെ ഇതേ അർത്ഥത്തിൽ നിങ്ങൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് സെബലിനിസമാകും. ഇത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പറയുകയാണ്. ഇതിൻ്റെ താഴത്തെ ഖണ്ഡികയിലുള്ള ഭാഗം കൂടെ 254 കൂടെ എടുക്കണം. എന്താണ് 254? ദൈവിക വ്യക്തികൾ അന്യോന്യം വ്യതിരക്തരാണ്. അവർ ഏകനാണെങ്കിലും ഏകാന്തനല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്നും മറ്റൊന്നിന്ന് യഥാർത്ഥമായ വ്യത്യാസമുള്ളവയാണ്. പുത്രൻ ആയിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്ന പുത്രനല്ല, പിതാവ് പുത്രനുമായിരിക്കും പരിശുദ്ധാത്മാവല്ല. ഇവിടെയാണ് 253 പറയാണ് പരിശുദ്ധാത്മാവ് എന്തായിരിക്കും അതുതന്നെയാണ് പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ ഇവിടെ പറയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവ ഉണ്മയുടെ വ്യത്യസ്തമാണ് അല്ല, അവ ഒന്നും മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യസ്തമാണ്. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവല്ല, പിതാവും പുത്രനുമായിരിക്കുന്ന പരിശുദ്ധാത്മാവല്ല. പിതാവും പുത്രനുമായിരിക്കുന്ന പരിശുദ്ധാത്മാവല്ല എന്ന് 254 പറയുമ്പോൾ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവും പുത്രനും എന്ന് പറയുകയാണ്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഇതിൽ കൺഫ്യൂഷനൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ ഉസിയ എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തെ ഒറ്റ ഉസിയയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വ്യക്തികൾ ഹൈപ്പോസ്റ്റാറ്റിസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 വ്യത്യസ്ത വ്യക്തികളായി തന്നെ നമ്മൾ കാണണം. വ്യതിരക്ത വ്യക്തികളാണ്, ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളായി കാണണമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഈ ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ. ഞാനിത് ഈ സംഭവമൊന്നും ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ബെഞ്ചിക്ക് ഇത് ആരോപിക്കാനുള്ള ന്യായമുണ്ട്. ഒന്നും കൂടെ കേട്ടു. അതിന് രണ്ടാമത്തെ ഖണ്ഡികയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും മണ്ടത്തനോ? നീ എന്നെ ഹെറസി പഠിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ CCCയില് ട്രിനിറ്റിയെ കുറിച്ചുള്ള എഴുതി വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന് രണ്ടാമത്തെ ഖണ്ഡികയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കും. അപ്പം നിനക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നീ അഭിപ്രായം പറയാതിരിക്കും. വേണേ ഞാൻ അത് CCC വേണേ വായിച്ചു. നിനക്കൊരു പുല്ലും അറിയില്ല. നിനക്ക് കത്തോലിക്ക സഭ നിനക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നീ ഇന്ന് അപ്പസ്തോലിക ചർച്ച ഉപേക്ഷിച്ച്
അപ്പസ്തോലിക ചർച്ചിലേക്ക് വന്നേ. ഇത്രയും കേട്ടിട്ടും നിന്റെ തലക്കകത്തേക്ക് ഒന്നും കയറുന്നില്ല. നീ ഇപ്പോഴും പെന്തക്കോസ് അനുഭവം യേശുക്രിസ്തുവിനെ തന്തയില്ലാതൊക്കെ വിളിക്കുവാണെങ്കിൽ അത് ഹെറസി അല്ലേ? യേശുക്രിസ്തുവിന്റെ നീ ഒന്ന് തന്ത ആരാ, യേശുക്രിസ്തുവിന്റെ തന്ത ആരാന്നൊന്നും നീ പറഞ്ഞത്, അപ്പൻ ആരാന്നൊന്നും പറഞ്ഞ യേശുക്രിസ്തുവിന്റെ അപ്പൻ ആരാ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിന്റെ അത് ദൈവത്തെ പിതാവെന്ന് നമ്മൾ കാണണം. ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും പിതാവ് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കുറ്റം ഇവൻ ഇത് പറയാൻ സമയം, ഇവനൊരു പെന്തക്കോസുകാരനാണ്, ഇവൻ അത്രയും വിവരമേ ഉള്ളൂ. പക്ഷെ ഇവൻ ഇത് പറയാൻ സമയം, നമ്മൾ ഈ പിതാവ് യേശുക്രിസ്തു നമ്മളെ പിതാവ് സ്വർഗസ്വനായ പിതാവ് എന്ന് പഠിക്കുകയും യേശുക്രിസ്തു അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യപുത്രൻ എന്നതിൽ നമ്മൾ അങ്ങനെയാണ് ദൈവത്തെ കാണേണ്ടതെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. യേശു ഒരു പൂർണ്ണ മനുഷ്യനും കൂടിയാണ്, യേശു അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ വചനമാകുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ പിതാവിന് തുല്യനാണ് യേശുക്രിസ്തു. ഞാനത് നിങ്ങളിത് വായിച്ച് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് 256 കേട്ടോ. 256 ഇംഗ്ലീഷ് വേർഷൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾക്ക് വായിക്കാം. ഞാനിപ്പോൾ മലയാളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് CCC 256 നിന്നാണ് മലയാളത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് 256 നമുക്ക് ഇവിടെ വിശുദ്ധ ഗ്രിഗറി നസിയാൻസ് സഭാപിതാവിനെ കോട്ടിങ്സിനെ റെഫർ ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ്. കേട്ടോളൂ. ഞാൻ ഇടയ്ക്കൊന്നാണ് വായിക്കുന്നത് കേട്ടോ. ഈ ഹൈഡ് എവിഡൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. 3 വ്യക്തികളായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതിയിലെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ഈ 3 വ്യക്തികളെയും വ്യതിരക്ത രീതിയിലാണ് മനസ്സിലാക്കുന്നത്. സത്തയുടെയോ പ്രകൃതിയുടെയോ കാര്യത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാത്തവരാണ് ഈ ദൈവിക പ്രകൃതി. സത്തയുടെയോ പ്രകൃതിയുടെയോ കാര്യത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാത്ത ഈ പ്രകൃതി. ഇവർ ഉയർച്ചയ്ക്ക് നിദാനമായ ശ്രേഷ്ഠ നിലയോ താഴ്ച നിലയ്ക്ക് നിദാനമായ അതോ നിലയോ ഇവിടെയില്ല. 3 അനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണത്. വ്യതിരക്തമായി പറയും ഓരോ വ്യക്തിയും ദൈവമാണ്. ഒരുമിച്ച് പറയുമ്പോൾ ദൈവം ത്രിയേകമാണ്. ഞാൻ ഏക ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും 3 ദൈവ വ്യക്തികളും തേജസ് കൊണ്ട് വലയം ചെയ്യുന്നു. അപ്പം പിതാവ് പുത്രൻ്റെ മുകളിലോ പുത്രൻ പിതാവിൻ്റെ മുകളിലോ അല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിതാവ് പുത്രൻ്റെ മുകളിലോ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ മുകളിലോ പുത്രൻ്റെ മുകളിലോ ഇവർ 3 തുല്യരായ വ്യക്തികളാണ്. നിത്യതയിൽ പിതാവ് ഉള്ളപ്പോൾ തന്നെ പുത്രൻ്റെ നിത്യതയുണ്ട്. അപ്പോൾ എന്നും പിതാവുമുണ്ട് പുത്രൻ പരിശുദ്ധാത്മാവുമുണ്ട്. അല്ലാതെ നമ്മൾ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പിതാവ് ആദ്യം ഉണ്ടായി, പിന്നെ പുത്രൻ ജനിച്ചു എന്ന് വരികയല്ലേ? അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെട്ടു ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ചില കൗൺസിലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ക്രീഡിലൊക്കെ. അത് ആ അർത്ഥത്തിലല്ല. ട്രിനിറ്റിയിൽ പിതാവ് ഉണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് എന്നും. പക്ഷെ പിതാവ് പുത്രൻ നമുക്ക് വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പുത്രൻ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദൈവമായി നിലനിൽക്കുമ്പോൾ ട്രിനിറ്റി വെളിപ്പെടാൻ തീരുമാനിച്ചപ്പോൾ പുത്രനായിട്ട് തന്നെ വചനമാകുന്ന ദൈവമായിട്ട് നമുക്ക് വെളിപ്പെടണമെന്ന് പിതാവ് തീരുമാനിച്ചപ്പോഴാണ് അത് വെളിപ്പെട്ടത്. കാരണം പിതാവാണ് ദൈവത്തിൻ്റെ ഇച്ഛ, പിതാവിൻ്റെ ഇഷ്ടമാണ് ഹോളി ട്രിനിറ്റിയിൽ നിറവേറുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവാണ് ദൈവത്തിൻ്റെ ഇച്ഛ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് ട്രിനിറ്റിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുമ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഇത് ജെയിം ചെയ്ത ഒരു ക്ലിപ്പിൽ ഞാനതെൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടില്ല. ഈ ബെഞ്ചിയുടെ അടുത്ത വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാനത് തപ്പിയെടുത്തിട്ട് നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം സെൻറ്റ് അഗസ്റ്റിനൊക്കെ വളരെ കൃത്യമായിട്ട് തോമസ് അക്വിനാസൊക്കെ ഈ പുത്രനായ ദൈവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നതൊക്കെ ജെയിം റെഫർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒരിക്കലും ബയോളജിക്കലി അല്ലെങ്കിൽ പിതാവിന് ശേഷം പുത്രൻ വന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കില്ല. ബിഗോട്ടൻ കാരണമായി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാവുള്ളൂ. കാരണം പിതാവ് ഇച്ഛിച്ചപ്പോൾ ഹോളി ട്രിനിറ്റിയിലുള്ള ദൈവിക വ്യക്തിയായ പിതാവിന് തുല്യനായ ദൈവ വ്യക്തിയായ പുത്രൻ നമുക്ക് വെളിപ്പെട്ടു എന്ന് മാത്രമേ അത് അർത്ഥമാക്കുന്നുള്ളൂ. യേശുക്രിസ്തുവിന്റെ അത് ദൈവത്തെ പിതാവെന്ന് നമ്മൾ കാണണം. ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും പിതാവ് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കുറ്റബോധമില്ല. നീ കൂടുതൽ വർത്തമാനം പറയാം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് വിവരമില്ലെങ്കിൽ നീ പെന്തക്കോസുകാരനെ ക്രിസ്തുവിന്റെ ഭൂമി പോയിരിക്കുക. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്. നിനക്കിനി അതിന്റെ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. CC ഞാനിപ്പം വായിച്ചു കേൾപ്പിക്കാം. അപ്പം പിന്നെ പ്രശ്നം തീർന്നത്. അത് വൺ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റിയിൽ ത്രിയേകത്വം എന്ന് പറയുമ്പോൾ മിശിഹ എന്ന
രീതിയിൽ എടുക്കുമ്പോഴാണ് അതിൽ നിന്ന് ഇവനെ പോലെയുള്ളവങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരു ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയെ ബേസ് ചെയ്ത് വന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ക്ലിപ്പ് എടുത്താണ് കേൾപ്പിക്കുന്നത്. ആ ക്ലിപ്പ് എടുക്കുമ്പം പോലും ഞാൻ സെബലിനിസം പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം അവിടെ കത്തോലിക്ക സഭയുടെ റെഫറൻസ് 253 254 പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അത് 251 ഉസിയ എന്ന ഗോഡ് ഹെഡ് എന്നുള്ള അർത്ഥത്തിലാണെന്ന് ഞാൻ ആ 253 സത്ത ഉസിയ എന്ന വേർഡൊക്കെ ഉപയോഗിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ വളച്ചൊടിച്ചിട്ടാണ് എനിക്കെതിരെ ഈ ബെഞ്ചി എന്ന് പറയുന്ന ആദമിനു വേണ്ടി കുരയ്ക്കുന്ന അവൻ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കൂടുതലൊന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇനി ഞാൻ 255 വായിക്കാം കേട്ടോ. 255 വായിക്കുമ്പോൾ അത് കുറേ കൂടെ ക്ലാരിറ്റി ആവും. ഇത് കത്തോലിക്ക സഭ ഇത് പറഞ്ഞതിന് ശേഷം 255 വായിക്കുന്നുണ്ട്. ഞാൻ 255 എടുക്കാം. ഓക്കെ, കണ്ടോ? ദൈവിക വ്യക്തികൾ അന്യോന്യ ബന്ധമുള്ളവരാണ്. ദൈവിക വ്യക്തികളുടെ അന്യോന്യ വ്യതിരക്തത ദൈവിക ഐക്യത്തെ ഭേദിക്കാനാകാത്തതിൽ ദൈവിക വ്യക്തികൾക്ക് പരസ്പരമുള്ള യഥാർത്ഥമായ വ്യതിരക്തത അടങ്ങിയിരിക്കുന്നത്. അവർ പരസ്പരം ബന്ധപ്പെടുന്നത് ബന്ധങ്ങളിൽ മാത്രമാണ്. വ്യക്തികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളിലൂടെ പിതാവ് പുത്രനോടും പുത്രൻ പിതാവിനോടും പരിശുദ്ധാത്മാവ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ 3 വ്യക്തികളെന്ന് വിളിക്കുമ്പോൾ നാം ഒരു പ്രകൃതിയിൽ അഥവാ സത്തയിൽ മാത്രം വിശ്വസിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വൈരുദ്ധ്യം ഇല്ലാത്തിടത്ത് അവർ 3 പേരും ഒന്നാണ്. ഈ ഐക്യം മൂലം പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ്. പുത്രൻ പൂർണ്ണമായും പിതാവിലും പരിശുദ്ധാത്മാവ് പൂർണ്ണമായും പിതാവിലും പുത്രനിലുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഹൈലി തിയോളജിക്കലായ കാര്യങ്ങൾ ആളുകൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി അവരുടെ ചില ട്രൈറ്റിസം പോലെയുള്ള, ഇപ്പം ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ സിഫി എന്ന് പറയുന്ന ഷിബുവിൻ്റെ ഏറ്റവും വലിയ ആരാധകനായി ആണെങ്കിലും ഷിബുവിനെ തെറിയും പറഞ്ഞ് പരസ്യമായി പറയും, എന്നാൽ ഷിബുവിൻ്റെ ഏറ്റവും വലിയ ആരാധകനുമായ ഷിബുവിൻ്റെ സമാന സത്താവാദം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാന സത്താവാദം തെറ്റാണെന്നൊരു ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ബെഞ്ചിയുടെ മുന്നിലേക്ക് ഇടുന്നതും. ബെഞ്ചിക്കും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ബെഞ്ചി ആദ്യകാലങ്ങളിൽ ഷിബുവിൻ്റെ കൂട്ടത്തിലായിരുന്നു, ബ്രദറിൽ നിന്ന് പോയി ഷിബുവിൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് ഇവന്മാർ കയറി ഈ ജോൺ എന്ന് പറയുന്ന പെന്തക്കോസിൻ്റെ ചാരൻ കയറി, ജോൺ ജിം എന്ന് പറയുന്ന അവൻ കയറി ഉഴപ്പിയിട്ടാണ് ഇത് അലമ്പായി തീർന്നത്. പക്ഷേ ഓൾറെഡി തന്നെ ബെഞ്ചി എന്ന് പറയുന്ന ഈ ആദമിൻ്റെ അടിമയായി തീർന്ന, ആദമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഈ ഇവന്മാർക്ക് ഇപ്പം ആദം പച്ചയ്ക്ക് നിരീശ്വരവാദവും യഹോവയെ തള്ളുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിന് ആദ്യം തുടക്കത്തിൽ കേട്ട ക്ലിപ്പെന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് റൂമിൽ നടന്ന ചർച്ചയാകട്ടോ, അല്ലാതെ അന്നല്ല, ഒരു 2-3 മാസം മുമ്പ് നടന്നതല്ല. അപ്പം പറയുന്ന ഇവൻ എന്തു ചെയ്യാണ്, ആ കലിപ്പ് തീർക്കാൻ വേണ്ടി ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിൽ ആരോപിച്ച് വലിയ പണ്ഡിതനാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണാജനകമായി പറയുന്നതാണ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇവന് വിവരമില്ല. ഇവൻ തോമസ് അക്വിനാസ് വരെ പഠിപ്പിക്കാൻ തയ്യാറുള്ള, മാർപ്പാപ്പയ്ക്ക് തിയോളജി ക്ലാസ് എടുക്കുന്ന അവനാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പുതു ക്രിസ്ത്യാനി, ബ്രദറൻ സമൂഹത്തിൽ നിന്നും കത്തോലിക്ക സമൂഹത്തിലേക്ക് വന്ന ഒരു പുതു ക്രിസ്ത്യാനിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവൻ കപടനാണ്. എന്തോ ആകട്ടെ, അത് നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. എന്നാണേലും ഇത് നിങ്ങൾ കേട്ടല്ലോ, ഇവൻ കപടനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം യഹോവയെ, സത്യദൈവമായ യാഹുവയെ തള്ളിക്കൊണ്ട്, യേശുക്രിസ്തു തന്നെയാണ് യാഹു എന്ന സത്യത്തെ തള്ളിക്കൊണ്ട് യുക്തിവാദികളൊക്കെ ഇവൻ്റെ റൂമിൽ നിന്ന് സംസാരിക്കുകയും ആദത്തിൻ്റെ അടിമകളായ ഡിയൂസും ജോണും ഒക്കെ ചേർന്ന് അതിനെ എതിർക്കും, അതിനെ അംഗീകരിക്കുമ്പോൾ ഇവൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. യേശുക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിൽ യഹോവ ചെയ്തതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയേണ്ടതിന് പകരം മിണ്ടാതിരിക്കുകയാണ്. അപ്പം ഇവൻ ആരാണ്? അതിനിടയ്ക്ക് യഹോവ എന്ന് പാട്ട് പാടി ട്രോളുന്നു. അപ്പോഴും ഇവൻ മിണ്ടുന്നില്ല, പച്ചക്കുത്തുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവൻ സംസാരിക്കുന്നുണ്ട്, എന്നെ തെറി പറയാണ്, ഞാൻ ട്രൈറ്റിസം പറഞ്ഞു, എറസി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ ഇരുന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഇവൻ്റെ നിലവാരം. ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 258 ദൈവിക രക്ഷാപദ്ധതി മുഴുവനും 3 വ്യക്തികളുടെയും പൊതുപ്രവർത്തനമാണ്. പരിശുദ്ധത്തിന് ഒരേ ഒരു പ്രകൃതി മാത്രമുള്ളതുപോലെ ഒരേ ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പിതാവ് പുത്രനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയുടെ 3 പ്രഭാവങ്ങളല്ല പ്രത്യുത ഏക പ്രഭാവമാണ്. എന്നിരുന്നാലും ഓരോ ദൈവിക വ്യക്തിയും സ്വന്തം വ്യക്തി സവിശേഷത അനുസരിച്ച് പൊതുവായ പ്രവർത്തനം നിർവഹിക്കുന്നു. പുതിയ നിയമത്തെ ആസ്പദമാക്കി സഭ ഏറ്റുപറയുന്നു, സർവ്വതും ആരിൽ നിന്നാകുന്നുവോ ആ ഏക ദൈവവും പിതാവുമായവൻ, സർവ്വതും ആരിലൂടെ ആകുന്നുവോ ആ ഏകവും കർത്താവ് യേശു ക്രിസ്തു, സർവ്വതും ആരിലാകുന്നുവോ ആ ഏക പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ മനുഷ്യാവതാരവും പുത്രൻ്റെ മനുഷ്യാവതാരം പരിശുദ്ധാത്മാവിൻ്റെ ദാനവും എന്ന ദൈവിക ഐക്യലുകളാണ് ദൈവിക വ്യക്തിയുടെ സവിശേഷതകളെ ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ നിങ്ങൾ ഞാൻ സെബലിനിസം പറഞ്ഞോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഉറക്കം നടിക്കുന്നവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണർത്താൻ ഒരിക്കലും പറ്റില്ല. ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് ഉണർത്താൻ പറ്റും. ഇപ്പോൾ ഈ ബെഞ്ചിയൊക്കെ യഥാർത്ഥത്തിൽ ഉറക്കം നടിക്കുന്നവനാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. ബെഞ്ചി, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൻ നിനക്കൊരു ഫലവുമില്ല. നീ വളരെ ത്യാഗമൊക്കെ സഹിച്ചു. എനിക്കറിയാം, ബ്രദറൻ സമൂഹത്തിൽ നിന്ന് ആ കൂട്ടായ്മയുടെ അകത്തുനിന്ന് ഭേദിച്ച് അപ്പസ്തോലിക ചർച്ചയായ ആദ്യം ജി പോയിരുന്നു. അവിടുന്ന് അവരുടെ ആഭിചാരത്തിൻ്റെ സ്പിരിറ്റിൻ്റെ ബന്ധത്തിൽ മോചനം നേടി അപ്പസ്തോലിക ചർച്ചയായ മലങ്കര കത്തോലിക്ക സഭയിൽ അംഗമായപ്പോൾ നീ സത്യസഭയിലേക്ക് എത്തി. അവിടെ നിന്ന് നീ യേശു പറയുന്ന പോലെ നിങ്ങൾ മലയും കാടും കാർന്ന് നിങ്ങളുടെ മതത്തിലേക്ക് ആളെ കൊണ്ടുവരും, അവസാനം അവനെ നിങ്ങളെക്കാൾ വലിയ നരകസന്തതികളാക്കി തീർക്കുമെന്ന് ഫരിസേരെ നോക്കി യേശു ക്രിസ്തു പറയുന്നത്. അതുപോലെ നീ ബ്രദറിലായിരുന്നതിനേക്കാൾ വലിയ നരകസന്തതിയായി തീരരുത്. നീ ഇതിലും ഭേദം ബ്രദറിലിരിക്കുന്നതാണ്. കത്തോലിക്ക സഭയിലാണെന്ന് പറയുകയും എന്നാൽ ശുഭപീഡിക്കലിൻ്റെയും യഹോവ സത്യദൈവമായ യാഹോയെ തള്ളുന്നവന്മാരുടെയും കൂടെ ഇരുന്ന് അവന്മാരുടെ കാലും നക്കി അവന്മാർക്ക് പണിയെടുക്കുമ്പോൾ നീ 1-ാം പ്രമാണമാണ് ലംഘിക്കുന്നത്. അപ്പം നീ ഇതിനെക്കുറിച്ച് ഞാൻ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുരാത്മാവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇതും കൂടെ ഞാൻ പ്രപ്പോസ് ചെയ്യാം. ഈ വീഡിയോ ദയവായി അവരുമായി സഹകരിക്കരുത്. നിങ്ങൾക്കത് കാണത്തില്ലല്ലേ? ഒരു സെക്കൻഡ്, ഇതുണ്ടോ ഈ വീഡിയോ? ദൈവവുമായി അവരുമായി ദൈവകൃപ പൂർണ്ണമായി നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾക്കും തലമുറകൾക്കും നാശം വരുത്തരുത്. ഇത് ജിയുടെ ആളുകളും ആദത്തിനെ പോലെയുള്ള സത്യദൈവത്തെ തള്ളുന്നവരെയും ഒക്കെ ഇതൊരു ഗ്യാങ്ങാണ്. പല വേഷത്തിൽ CPR ലോഞ്ച് ഡിസ്കഷൻ ഇങ്ങനെ വരുന്നതാണ്. ഇവരുടെ കൂടെ പോയിരുന്ന് എങ്ങനെ നിൻ്റെ ആത്മാവ് നശിക്കും, വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ പിടിയിലേക്ക് നീ എങ്ങനെ വീഴുമെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 24 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയും കൂടെ നിനക്ക് ഞാൻ പ്രപ്പോസ് ചെയ്യുകയാണ്. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നീ രക്ഷപ്പെടുക. അല്ലാതെ ഈ നിൻ്റെ കൂട്ടു സഹോദരൻ എന്ന് നീ കരുതുന്ന ആദത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് കലിപ്പ് തീർത്തുന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കൃത്യമായ ബോധ്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ലോകം മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഇനി എനിക്ക് തെറ്റുപറ്റിയാൽ അത് പിറ്റേ ദിവസം തന്നെ പരസ്യമായി മാപ്പ് പറയാനും കുമ്പസാരത്തിൽ ഏറ്റു പറയാനും ഒരു മടിയുമില്ലാത്ത ഒരാളുമാണ് ഞാൻ. തെറ്റ് പറ്റുകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ബെഞ്ചി, നിൻ്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. നീ രക്ഷപ്പെടുമെന്നൊന്നും എൻ്റെ കഴിവുകൊണ്ട് നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നീ അത്രമാത്രം വ്യാജമായ ഒരു അരൂപിയുടെ പിടിയിലായി പോയതെന്ന് ഞാൻ സംശയിക്കുന്നു. തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് നിൻ്റെ മേലേക്ക് ദൈവം അയച്ചോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്രേ ഉള്ളൂ. ഉറപ്പിച്ചെനിക്ക് പറയാൻ എനിക്ക് ദൈവത്തിൻ്റെ മെസ്സേജുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നീ അതിൽ നിന്ന് രക്ഷപ്പെടുക. എന്നോട് നീ മാപ്പൊന്നും പറയണ്ട. നീ ചെയ്ത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? ദൈവ തിരുമുമ്പിൽ കുമ്പസാരത്തിൽ ഏറ്റുപറയുക. ആ പ്രശ്നം അങ്ങ് വിട്ടേക്കുക. ഓക്കെ, നീ പറഞ്ഞ ഈ 4 ഹെരസി, നീ ഇവിടെ പറഞ്ഞ ഈ വാട്സപ്പിൽ പറഞ്ഞ ഈ 4 ഹെരസിയും ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നും അഡ്രസ്സ് ചെയ്യാം. ഈ ഒറ്റ ക്ലിപ്പിൽ നിന്നാണ് ഇനി 4 ഹെരസി ഉണ്ടാക്കിയതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമുക്ക് കേട്ട് കളയാം. ഓക്കെ, സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ബെഞ്ചിയെ പോലെയുള്ള വ്യക്തികൾക്ക് മാനസാന്തരത്തിൻ്റെ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു.